ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും, എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനും ഒരായിരം നന്ദി പറയുന്നു. കാരണം നമ്മളിപ്പോൾ റിലീസ് ചെയ്ത ശിശിരം എന്ന ആൽബം അത് 200K കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും നമുക്ക് വന്നിട്ടില്ല. എല്ലാം നല്ല പോസിറ്റീവ് കമൻറ്റാണ് വന്നിരിക്കുന്നത്. അത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ആൽബമായി ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ അനസ് സൈനുദ്ദീൻ രചനയും സംഗീതവും നിർവഹിച്ച് രതീഷ് കൊടുവഴന്നൂരും ആതിര മുരളിയും ആലപിച്ച അതിമനോഹരമായ ഒരു ഗാനം. കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങളുടെ അടുത്തെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം താങ്ക്സ് പറയുന്നു. സത്യം പറഞ്ഞ് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് ഇത്ര പെട്ടെന്ന് നല്ല റീച്ചിലോട്ട് അത് പോയത്. നല്ല കമൻറ്റും തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. യൂട്യൂബിൽ നല്ല കമൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആൽബത്തിനെ സംബന്ധിച്ചും ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട ഒരു ചൊറിച്ചിയും ഒരു ചൊറിച്ചനും രണ്ടുപേരുണ്ട്. അവളെ പേര് ഞാൻ പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, കിടന്ന് പറയട്ടെ. എങ്കിലും പറയുമ്പോൾ രണ്ടുപേർക്കും കൂടായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ടും ഇവൻ്റെ റിയാക്ഷൻ വീഡിയോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആളിനെ ഞാൻ എന്തായാലും പേര് പറയുന്നില്ല. അവൻ്റെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ ആ ഡയലോഗ് കേൾക്കും പറയും. കാരണം അത് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. ആ ഒരു ഡയലോഗ്, ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ് അവന് മാത്രം അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ക്ലൂ തരാം. ഇത് മനസ്സിലായി കാണുമല്ലോ ആരാണെന്ന്. അതെ, സംശയിക്കണ്ട, അവൻ തന്നെ. അവൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ബെഹറിലെ തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്ന നുണയാണ്. ഇപ്പം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ പ്രവാസികളുടെ മനുഷ്യന്മാർ ഇവിടെ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു പെൺകുട്ടി വന്ന് കമന്റ് ചെയ്തിരിക്കുന്നു ബെഹറിലുള്ള. അപ്പോൾ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നു ബെഹറിലെ ബാറിൽ വെച്ച്. ഇവള് പറയുന്ന മൊത്തം തള്ളാണ്, അടിച്ച് കൂത്താടി അവിടെ നടക്കുമായിരുന്നു കുടിച്ച്. നമുക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കണ്ട ലേഡിയാണ് കമന്റ്സ് ചെയ്തിരിക്കുന്നത്. നിന്റെ അത്ര ആത്മാർത്ഥ സുഹൃത്തായിരിക്കും അല്ലേ കമന്റ് ഇട്ടത്. പെണ്ണ് തന്നെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവള് അടിച്ച് കൂത്താടി അഴിഞ്ഞാടി നടക്കുന്നത് ബാറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളങ്ങനെ നടക്കുന്നത് ഇവരെങ്ങനെ കണ്ട്? ഇവരും ആ ബാറിൽ പോയോ? അപ്പോൾ ഇവരാ ബാറിൽ പോയി എന്തിനാ? നാമം ജപിക്കാനാണോ? ഒന്നും അങ്ങോട്ട് മിങ്കിളാവുന്നില്ലല്ലേ. അവളുടെ ലെവല് മൊത്തവും പോയി നിന്നിട്ടായിരിക്കുമല്ലോ അവളും ആ ബാറിലോട്ട് ചെന്നത്. നിങ്ങൾ നിന്റെ ഭാഷയെ പറയുവാണെങ്കിൽ രേണുസുതി അവിടെ അഴിഞ്ഞാടുവാണെങ്കിൽ ഇവിടെ അതിനെക്കാട്ടി അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവിടെ പോയിരിക്കുന്നത്. ഒന്നാ രേണുസുതി കൊണ്ടുപോയിരിക്കുന്ന ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് അവളൊക്കെ ഈ രേണുവിനെക്കാട്ടി അഴിഞ്ഞു കൂത്താടിയ അവളുടെ വാക്കുകൾ ഇവിടെ ആര് മൈൻഡ് ചെയ്യുന്നു? നോ, നെവർ മൈൻഡ്. അഥവാ അങ്ങനെ തന്നെയാണെങ്കിലും നിന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലോ നിനക്ക് ഇത്ര അങ്ങ് പൊള്ളാൻ. ആണോ? അല്ലല്ലോ. അപ്പോൾ ആരം പ്ലസ് അരം സമം കിന്നരം. അവിടെ വാക്കിന് നമ്മളുടെ വാല്യൂ കൊടുക്കുന്നില്ല. ഓക്കെ, അവൾ അതിനെക്കാട്ടി കച്ചടയും കുതിരയായിട്ടാണല്ലോ അവൾ ആ ബാറിൽ അഴിഞ്ഞാടാൻ പോയത്. അവളങ്ങനെ അഴിഞ്ഞാടാൻ പോയത് കൊണ്ടാണല്ലോ രേണുസുതി അഴിഞ്ഞാടുന്ന അവൾ കണ്ടത്. അവൾ കുടുംബമഹിമ ഉള്ളവളാണെങ്കിൽ അവൾ അഴിഞ്ഞാടാൻ ആ ബാറിൽ പോത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നേനല്ലേ. അപ്പോൾ അവളും ആ കാറ്റഗറി പെട്ടതാണ്. നീ പറഞ്ഞ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ കാറ്റഗറി പെട്ടതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഈ ആരം പ്ലസ് അരസമവും കിന്നരം കണക്കിരിക്കുന്ന വാക്കുകൾ ആരെങ്കിലും കേൾക്കുമോ? അത് ഞാൻ കാറ്റിൽ പരത്തി കളയുന്നു. ഓക്കെ, അപ്പൊ അടുത്ത് പറ കേൾക്കാം. ഇന്നലെ ഇറക്കിയ ആൽബം അതൊരു വല്ലാത്ത ജാതി ചെയ്തായിരുന്നു. ബിക്കോസ് രണസുനയുടെ കുറെ ഫാൻസ് എന്തായാലും അൺഫ്ലോ ആക്കി പോയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്, പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന്. മാതിരി പരിപാടിയാണെങ്കിൽ നാളെ ഇവിടെ വിക്കിനിട്ടുണ്ട് വന്നാലും ആൾക്കാർ നോക്കിയിരിക്കും, അത് അക്സെപ്റ്റ് ചെയ്യും. വന്നിട്ട് അവളുടെ നിവർത്തിക്കേടാണ്, അങ്ങനെയാണെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതിയില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെന്ന്, എങ്ങനെയെങ്കിലും അതേ, നാളെ ബിക്കിനിയിട്ട് അഭിനയിക്കേണ്ടുന്ന ഒരു സീൻ രേണുവിന് വന്നാൽ അവൾ അത് വില്ലിങ് ആണെങ്കിൽ അവൾ അത് അഭിനയിക്കുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ ചോദിച്ച കണക്ക് നിനക്ക് നെഞ്ചിടിക്കാൻ നിന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലോ. ആണോ? അല്ല. അവൾ ഒരു ആക്ട്രസ് ആണ്. അവൾക്ക് അഭിനയിക്കാൻ കിട്ടുന്ന ക്യാരക്ടർ വേഷങ്ങളായാലും എന്തായാലും അത് അവൾ അഭിനയിക്കുക തന്നെ ചെയ്യും. ബിക്കിനി ഇടേണ്ടി വന്നാൽ ബിക്കിനി ഇട്ട് അഭിനയിക്കാൻ അവൾ വില്ലിങ് ആണെങ്കിൽ അവൾ അഭിനയിച്ചിരിക്കും. അതിൽ ബാക്കി ആരും കയറി ചൊറിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ ആ കണ്ട ആൽബത്തിൽ നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം നീ അതിനകത്ത് എന്താ കണ്ടിരിക്കുന്നത്? നീ എടാ, വെള്ളത്തിൻ്റെ അറ്റവും മൂലയും എടുത്ത് വേറെ ആരെങ്കിലും ഇട്ട തമ്പനയിലും പൊക്കി പിടിച്ചെടുത്തിട്ടുണ്ട് വന്ന് സദാചാര കമ്മിറ്റി പ്രസിഡന്റ് മോൻ പ്രസംഗിക്കുന്നതല്ല ഉചിതം. നീ ആദ്യം ആ വീഡിയോ ഫുള്ളും കാണണം. കാരണം ആ ആൽബം എന്താണ്, അതിനകത്ത് എന്താണ് കണ്ടന്റ്, അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഈ സീൻ എന്തിനാണ് ആ സീൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ആ ആൽബം ഫുള്ളും കാണണം. അത് കാണുന്ന കലാസ്നേഹം ഉള്ളവർക്കും കുറച്ച് സെൻസ് ഉള്ളവർക്കും ഒരു നെഗറ്റീവും തോന്നേണ്ട ഒരു കാര്യവും ഇല്ല. ആ ഒരു സീനിൽ നീ നോക്കിയപ്പോൾ വേറെ ഒന്നും അതിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അത് തമ്പനയിലിട്ട് പൊക്കി പിടിച്ചോണ്ട് വന്ന് ചേട്ടൻ അടുത്ത അരി മേടിക്കാനായിട്ട്. നിന്റെ തമ്പനയിൽ കണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഉളകൾ കാണും. അപ്പം എന്തായാലും നീ ആ തമ്പനയിൽ ഇട്ടല്ലോ, ഞാൻ ആ സീൻ ഒന്ന് ഇവിടെ ഇട്ട് തരാം, അതൊന്ന് കാണാം. ആനന്ദമേളം
മക്കൾ ഈ സീനകത്ത് സദാചാര അമ്മാവനും ഒരു അമ്മായി ഉണ്ട് കേട്ടോ. ഈ തമ്പുരാൻ എന്നെ എടുത്തിട്ട് വേറെ അമ്മായിയും ചെയ്തിട്ടുണ്ട്. ഈ അമ്മാവനും അമ്മായിക്കും പുള്ളി പോകാൻ പറ്റുന്ന എന്താണ് അവിടെ കണ്ടത്? അവിടെ ന്യൂഡായിട്ടാണോ അവിടെ കിടക്കുന്നത്? അതോ അവിടെ വസ്ത്രങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും മാറി കിടക്കുന്നത്? അവിടെ ശരീരത്തിന്റെ എന്തോ ഭാഗം, എന്തെങ്കിലും ഒരു ഭാഗങ്ങൾ നീയൊക്കെ കണ്ട? ഇല്ലല്ലോ. അന്തസ്സായ രീതിയിൽ തന്നെയാണ് ഞങ്ങളത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ മടവൂർ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ ഡയറക്ടർ. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് ഈ ഷോർട്ട് ഫിലിം. ഇത് മാത്രമല്ല, ചേച്ചി 2 സിനിമ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിനക്ക് പൊള്ളാനും അവക്ക് പൊള്ളാനും വേണ്ടി ഒരു ഉണ്ടയും ഇല്ല. അപ്പോൾ ഈ ഓരോ സിനിമയിലൊക്കെ നീ ഇരുന്ന് സിനിമയൊന്നും കാണാറില്ല മക്കൾ? കാണാറില്ല? അതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല? ഇങ്ങനെയുള്ള സീൻസ് ഒന്നും കണ്ടിട്ടില്ല? ആദ്യമായിട്ടാണ് രേണുസുതി ഇങ്ങനെ അഭിനയിക്കുന്നതും രേണുസുതിയെ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സീൻ കാണുന്നത്. അതുകൊണ്ടാണ് പൊള്ളിപ്പോയത്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നീയൊക്കെ എങ്ങനെ ഉണ്ടായത്? ആകാശത്തുനിന്ന് പൊട്ടി വീണയാണോ അതോ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വന്നെയാണോ? ഇതിൻ്റെയൊക്കെ ഈ സദാചാര പറച്ചിൽ കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാ. ചിരിയാണ് വരുന്നത്, ചിരിയും പുച്ഛവും മാത്രം. ഒരു സിനിമയിലും ഒരു സീരിയലിലും ഒരു ആൽബത്തിലും ഒരു ഷോർട്ട് ഫിലിമിലും ഒരു വെബ് സീരീസിലും നീ ഒന്നും ഇൻറ്റിമേറ്റ് സീൻ കണ്ടിട്ടില്ല, ബെഡ്റൂം സീൻ കണ്ടിട്ടില്ല, ലവ് സീൻ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴല്ലേ കത്തിയത്. വണ്ടിയാണോടി നീ? ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേപോലുള്ള കോസ്റ്റ്യൂം എന്താ ഇടാഞ്ഞത് എന്നാണ് നിങ്ങളുടെ പ്രതിഷേധം. അതാണിപ്പോൾ മനസ്സിലായത്. ഇല്ലടാ, ഇത് നല്ല അന്തസ്സായിട്ട് എടുത്തതാണ് ഈ ഷോർട്ട് ഫിലിം. നിനക്കൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ മറ്റു ഭാഗങ്ങളും അതും ഇതും കാണിച്ചെടുക്കാൻ ആഗ്രഹിച്ച് ചെയ്തതല്ല. നമ്മുടെ ആവശ്യമായിട്ടുള്ള സീനാണ് ഞങ്ങളവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം നീയൊക്കെ ഉദ്ദേശിച്ചൊന്നും നടന്നില്ല. അപ്പോൾ ഒന്നും കിട്ടിയില്ല ഈ ആൽബത്തിൽ നിന്ന്. നിനക്കൊക്കെ എടുത്ത് നെഗറ്റീവ് പറയാം. നോക്കിയപ്പോൾ കാണാം ഇതെങ്കിൽ ഇത് കിടക്കട്ടെ, എടുത്തങ്ങ് തള്ളി. എന്തൊരു പതിരത്നങ്ങൾ. ഒരു കാര്യം, ഇതൊക്കെ കണ്ടിട്ട് നിനക്കൊക്കെ കുരുപൊട്ടി നാനാ ഭാഗത്തൂടെ ഒഴുകുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. അതായത് നട്ടുച്ചയ്ക്ക് നല്ല പൊള്ളുന്ന വെയിലുള്ള നട്ടുച്ച സമയത്ത് കുറച്ച് ചൂട്ടും കത്തിച്ച് സെക്രട്ടേറിയറ്റിലോട്ട് മാർച്ചും ധർണയും നടത്തുക. ഞങ്ങളെപ്പോലുള്ള പതിവ്രത രത്നങ്ങൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള സീൻസ് ഒന്നും സിനിമയിലോ സീരിയലിലോ ആൽബമോ ഒന്നും സോഷ്യൽ മീഡിയയിലോ വരാനേ പാടില്ല. ഇതെല്ലാം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഒരു സമരം ചെയ്യടാ. എന്നിട്ട് പറയണം, ഞങ്ങൾ അന്തസ്സും ആഭിജാത്യവും കുലമഹിമയിലും ജനിച്ചവരാണ് ഞങ്ങളുടെ മാതാശ്രീ പിതാശ്രീയുടെ മുഖം പോലും കാണാതെ തപം ചെയ്താണ് ഞങ്ങളെപ്പോലുള്ള പുണ്യ ആത്മാക്കൾക്ക് ജന്മം നൽകിയത്. ഇതൊന്നും കാണാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് ഈ സിനിമയും സീരിയലും ബാക്കിയുള്ള ഇങ്ങനെയുള്ള സീൻസ് വരുന്ന എല്ലാം അങ്ങ് ബഹിഷ്കരിക്കണം എന്നൊരു നിവേദനം കൊടു. ചുവന്ന് പേടാ. സദാചാര കമ്മിറ്റി പ്രസിഡന്റ് വന്നിരിക്കുന്നു. പച്ച പാതിരാത്രിക്ക് ഉറക്കമൊഴിച്ചിരുന്ന് കണ്ട പെണ്ണുങ്ങളെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് സണ്ണി ലിയോണിന്റെ ID കയറി 3 ID എടുത്തിട്ട് ഉറക്കമൊഴിഞ്ഞിരുന്ന് സീൻ പിടിക്കുന്നവരാ സദാചാരം പറയാൻ വന്നിരിക്കുന്നത്. പാടാ. ബാക്കി സദാചാര അമ്മാവോ ബാക്കി പറ. അവരെല്ലാം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് അവർ മക്കളെയും പഠിപ്പിച്ചിട്ട് പല ആൾക്കാരും കമന്റ്സ് ചെയ്യാറുണ്ട്. ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ എന്തൊക്കെ തൊഴിലുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അത് ശരിയാ. ഇവന്റെയൊക്കെ കാഴ്ചപ്പാടിൽ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും മാന്യമായി തൊഴിൽ ചെയ്യുന്നതും ആരൊക്കെയെന്ന് അറിയണ്ടേ? ഇങ്ങനെയുള്ളവരാണെന്നറിയണ്ടേ? ഇവന്റെ കണ്ണിലൊക്കെ അതൊക്കെ നല്ല മഹത്തരമാണ്. അത് മഹത്തരം താണ്ടേ. ഇങ്ങനെയുള്ള ഒക്കെയാണ് അവന് അന്തസ്. വയറിലായാലോ? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ വയറിലായിരുന്നു. ഓക്കെ, 33-34 മില്യൺ ആൾക്കാർ. ഇതൊക്കെ സദാചാര അമ്മാവന് ഭയങ്കര ഇഷ്ടമാണെന്നേ. സദാചാര അമ്മാവന് മാത്രമല്ല അമ്മായിക്ക്. പക്ഷെ രേണുസുതി മാത്രം ഒന്നും ചെയ്യരുത്. അത് മാന്യമായ ഡ്രസ് ഇട്ടാൽ പോലും രേണുസുതി ഒന്നും ചെയ്യരുത്. രേണുസുതി എന്തെങ്കിലും ചെയ്ത് അവന്റെ പഴുത്ത് നിൽക്കുന്ന എന്തൊക്കെയോ അതങ്ങ് പൊട്ടും. മാതിരി വെറുപ്പിക്കുന്ന ആൽബം ഇറക്കിയിട്ട് ഇതൊക്കെ മികച്ച ആൽബമാണ്, ഷോർട്ട് ഫിലിമാണെന്നും പറഞ്ഞിട്ട് നമ്മളടുത്ത് പറയരുത്. ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് വലിയ സംഭവമാണ്. എടാ മോനെ, സോഷ്യൽ മീഡിയ നിന്റെ തറവാട് സ്വത്താണോടാ? നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചുണർത്തി പറഞ്ഞു, എണീക്ക് കുക്കുറു ശിശു ആൽബം ഇറങ്ങി ഒന്ന് കാണടാ എന്ന് പറഞ്ഞു. പിന്നെ നീയും നിന്റെ കൂടെയുള്ള കുറെ ഊളകളുവേ പറയൂ ആ ആൽബം കൊള്ളത്തില്ല എന്ന്. എടാ, ഒരല്പം കലാവാസന, നല്ലൊരു പാട്ട് ആസ്വദിക്കാനുള്ള കഴിവ് നിന്റെ ഒന്നും 7000 കൂടി പോയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിന്റെ ഈ വീഡിയോ ഒന്ന് മനസ്സിലായി.
നിനക്കറിയാവുന്ന ഒറ്റ തൊഴിൽ കണ്ട പെണ്ണുങ്ങളെ വിൽക്കുക, കാശുണ്ടാക്കുക, വെട്ടി വിഴുങ്ങുക. ഇതല്ലാതെ നിനക്ക് വേറെ എന്തറിയാം? പെണ്ണുങ്ങൾ ജോലിക്ക് പോയി കുടുംബം പോറ്റെന്ന് പറയുന്നത്. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? നിനക്ക് എന്ത് ജോലിയുണ്ട്? ഓ, പിന്നെ ചില വാക്കുകൾ നിനക്ക് മാത്രം കുടുംബസ്വത്തായിട്ട് കിട്ടിയിരിക്കുന്നുണ്ടല്ലോ. കച്ചറ 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 എന്ന് പറഞ്ഞാൽ വെറും കച്ചറ വേർഡ്സ്, നിന്റെ മാസ്റ്റർ പീസ് ഡയലോഗ്സ്. മറന്നുപോയെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെ. വാണമുണ്ട്, നമ്മുടെ ഒരു വാണ ലുക്കാണ്, ഒരു ഇതിട്ട് ഊക്കി ജീവിക്കുന്നു, മനസ്സിലായി, കോണ അടിച്ചിട്ട് അങ്ങനെ പോകുക. അതാണ് ഇവിടെ പറയാം. ഈ നൈൻ്റെ മോളെന്ന് പറഞ്ഞാൽ വെറുപ്പിക്കലിന് അങ്ങേറ്റത്തെ പരിപാടിയാണ്, പഴയാണ്. ഈ വാണക്കുറ്റി എവിടെ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് അറിയത്തില്ല. ഇവരുടെയൊക്കെ കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൂതറായിരിക്കും, കോളനി വാണങ്ങളായിരിക്കും, അല്ലാതെ ടീമുകളാണ് പഴ. എന്നുവെച്ചാൽ ബെസ്റ്റ് ആൻഡ് അമ്മനെക്കാട്ടിലും കഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഈ അപരാധം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. ഇവരുടെ ഫേസ് കണ്ടാൽ തന്നെ പട്ടി വെള്ളം കുടിക്കത്തില്ല, ഒരു തുറ മുട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഈ അമ്മായിയുടെ വെറും കച്ചറ എന്ന് പറഞ്ഞാൽ കച്ചറ വാണമാണ്, വേൾഡ് വാണെന്ന് പറഞ്ഞാൽ വേൾഡ് വാണം. ബിക്കോസ് ഈ ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതിന് പെണ്ണുങ്ങളെക്കാട്ടിലും അന്തസ്സില്ലാത്ത ഒരു വാണമാണിത്. ഈ വക വാണത്തിന്റെ വീഡിയോസ് വന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ബെസ്റ്റ് ആൻഡ് അമ്മനെ ഉപമിക്കുന്നുള്ളൂ, അങ്ങനെയുള്ള ആസൈസ് വാണമാണ്. ബിക്കോസ് പഴയ ടീമാണ് ഇത്, മനസ്സിലായി. ഇങ്ങനെ വന്നിരുന്ന കൊണയടിച്ച് റീച്ച് ഉണ്ടാക്കി നടക്കുന്ന വെറും വാണങ്ങളാണ്. അവിടെ ലോക്കൽ തന്നെ, ഇവിടെ ലോക്കൽ തന്നെ, ശരി സൗഡാണ് അത് മേടിക്കാൻ. അങ്ങനത്തെ ഒരു വാണമാണ്, വേറെ സാധനം. ഏതോ ബെസ്റ്റ് ആൻഡ് അമ്മനി ടീമാണ് പഴയമായി വാണത്തിനുള്ള ഒരു മറുപടിയാണ്. ഇത് വെറും പഴയ ടീമാണ്. കൂതറ ഉള്ള വായിലിരിക്കുന്ന സ്ലാങ് എന്ന് പറഞ്ഞാൽ വെറും വാണക്കുറ്റി സ്ലാങ്. അപ്പൊ അങ്ങനെയുള്ള വാണങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇവനെന്ന് പറഞ്ഞ ലോക കച്ചറ, ഇതാണ് ഇവന്റെ കൾച്ചർ. അപ്പൊ പിന്നെ ഇവന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മോൻ അറിഞ്ഞുകൂടാത്ത വേറൊരു കാര്യം ഞാൻ ചേച്ചി പറഞ്ഞിട്ടെ മോനെ, നമ്മുടെ ശിശിരം എന്ന് പറയുന്ന ആൽബം 200K കഴിഞ്ഞു കേട്ടോ. നീ ആ യൂട്യൂബിന്റെ താഴെ, അതായത് കമോൺ മീഡിയ എന്ന് പറഞ്ഞ ചാനലിലാണ് ഈ ശിശിരം ആൽബം റിലീസ് ആയിരിക്കുന്നത്. നീ അത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടെങ്കിൽ ഒരു ഊളകളും ഇങ്ങനെയുള്ള ഒരു കമന്റ് പറയത്തില്ല. നീ ആ തമ്പനയിൽ മാത്രം എവിടെ നിന്നാണ്ടേ കിട്ടി പൊക്കിയെടുത്തിട്ടാണ് നീ അത് പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ നീ ആ ചാനലിൽ കയറുക, അതായത് കമോൺ മീഡിയ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നീ കയറുക. എന്തായാലും നീ ഇപ്പം കണ്ടു, നിനക്ക് വ്യൂ കിട്ടാൻ, നിന്റെ ഒരു വ്യൂ കിട്ടിയിട്ട് ഒരു ഉണ്ടയുടെ സാധിക്കാനില്ല. അത് 200K കഴിഞ്ഞു. ഓക്കെ, അപ്പം നീ അതിനകത്തുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പം നിനക്ക് മനസ്സിലാവും നീ ബാക്കിയുള്ള കലാകാരന്മാർ, അതായത് കലാവാസന ആസ്വദിക്കാൻ കഴിവുള്ളവരും തമ്മിലുള്ള ഡിഫറൻറ്റ്. നിനക്കറിയാവുന്ന കുറച്ച് വേർഡ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതല്ലാതെ നിനക്ക് വേറൊരു ഉണ്ടയെ അറിയത്തില്ല, ഒരു തേങ്ങ അറിയത്തില്ല, ഒരു മാങ്ങാത്തൊലി അറിയത്തില്ല. അപ്പം ഇനി നിന്റെ അറിവിലേക്ക് വേറൊന്നും കൂടി പറയാം. കമോൺ മീഡിയയുടെ ബാനറിൽ മടവൂർ ശ്രീകുമാർ തന്നെ സംവിധാനം ചെയ്ത്, ഞാനും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് ഞാനും അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം രേണുശ്രീ നായികയായിട്ട് വീണ്ടും റിലീസാവാൻ പോവുകയാണ്. ഉടനെ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ തരുന്നതായിരിക്കും. അപ്പം മോന് ഒന്ന് കാത്തിരുന്നോ. എടാ നിനക്കൊക്കെ ഞങ്ങളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാശ് മുടക്കി എന്തോരം റിസ്ക് എടുത്ത് ഒരു സാധനം ചെയ്തങ്ങോട്ട് ഇടുന്നു. നിനക്കൊക്കെ വിയർക്കണ്ട, ഫാൻ്റെ താഴെ അങ്ങോട്ട് ഇരുന്ന് വല്ലവരും കഷ്ടപ്പെട്ടിടുന്ന വീഡിയോ എടുക്കുക, അതിനകത്തുനിന്ന് കട്ട് ചെയ്യുക, മെൻഷൻ ചെയ്യുക, അങ്ങോട്ട് വീഡിയോ ഇടുക, കാശ് മേടിക്കുക, തിന്നുക. പോയി ദേവാണെങ്കിൽ വല്ല പണിയും ചെയ്യടാ. പിത്തം വരൂടാ, പിത്തം. നാണമാനം കെട്ടവനൊക്കെ നീ നാണോ മാനവും കെട്ട് ജീവിക്കുന്ന നീയും അവളും ഒക്കെയാണ് ഞാൻ ബാക്കിയുള്ളവർ ഉപദേശിക്കാൻ വരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ നല്ലോണം അധ്വാനിച്ച ഓരോ വീഡിയോകൾ നമ്മൾ പുറത്താക്കുന്നത്. ആൽബം ആയാലും ഷോർട്ട് ഫിലിം ആയാലും വെബ് സീരീസ് ആയാലും എന്തായാലും അതിന് പിന്നിൽ ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടുകളും ഉണ്ട്. നിസ്സാരമായിട്ട് നിന്റെയൊക്കെ മുന്നിലോട്ട് വരുമ്പോൾ നിസ്സാരമായിട്ട് കണ്ടവനു അധ്വാനിച്ചതിൽ നിന്ന് അങ്ങ് വലിച്ച് അതെടുത്തിട്ടുണ്ടാക്കി റീച്ച് ഉണ്ടാക്കി തിന്നാൻ പോയി നാണം ഇല്ല. പോയി വേറെ വല്ല പണിയും ചെയ്ത് ജീവിക്കടാ, ശരീരം ഒന്ന് അനക്കടാ, ഓടാ. അപ്പോൾ ഈ ശിശിരം ആൽബം കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും കാണുക. കാരണം കമോൺ മീഡിയ എന്ന ബാനറിലാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ സജീന വ്ളോഗ്സ് എന്ന ചാനലിലും അത് കൊളാബ് ചെയ്തിട്ടുണ്ട്, രേണുസുധിയുടെ ചാനലിലും അത് കൊളാബ് ചെയ്തിട്ടുണ്ട്. ഏതിലാണെന്ന് വെച്ചാൽ കയറി കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് മസ്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇങ്ങനെയുള്ള ഊളകളും ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കന്മാരുണ്ടല്ലോ രാത്രി കിടന്ന് ഓരിയിടുന്നത്, അവിടെ കിടന്ന് ഓരിയിട്ടിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാറേ ഇല്ല. പക്ഷേ ഇവരത് രണ്ട് കാരണം ഒരാളുടെ കഷ്ടപ്പാടെടുത്ത് നിസ്സാരമായിട്ട് വിയർക്കാതെ തിന്നുമ്പോൾ നമ്മളെന്തെങ്കിലും റിയാക്ട് ചെയ്യണം, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.